ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഞാൻ ചുമ്മാ വീട്ടിലിരുന്നപ്പോഴത്തേനും ഒരു കൊച്ചു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പം നിങ്ങൾ കാണണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താണ് ഗിത്താർ കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ അല്ലേ? ഇന്ന് എൻ്റെ പിള്ളേർക്ക് അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉണ്ട്. എൻ്റെ മൂത്ത കൊച്ച് അമ്പാടി ഇങ്ങനെ ഗിറ്റാർ വായിക്കും കേട്ടോ. ഒരു കൊല്ലത്തോളം ക്ലാസ്സിനൊക്കെ പോയായിരുന്നു. ഇപ്പോൾ ഒക്കെ ഭയങ്കര മടിയാണ്. +1 ആയപ്പോഴത്തേന് മടിയായിപ്പോയി. പിന്നെ ഇടയ്ക്ക് തന്നെയൊക്കെ ഫോണിനകത്തൊക്കെ നോക്കി പാട്ടൊക്കെ കണ്ടുപിടിച്ച് ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ ശിവഭഗവാന്. രാവിലെ എൻ്റെ ശിവഭഗവാനെ കണ്ടു തൊഴുതു വണങ്ങിയിട്ടാണ് രാവിലെ എൻ്റെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത്. അല്ലേ എൻ്റെ ശിവഭഗവാനേ. വന്ന എൻ്റെ പെങ്കൊച്ച് വയലിൻ വായിക്കോട്ടെ. ഇത് കൊച്ചിൻ്റെ വയലിനാട്ടോ. കൊച്ചിൻ്റെ മുറിയിൽ കൊച്ചിൻ്റെ വയലിന്. കൊച്ച് വയലിൻ വായിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. വയലിനൊക്കെ പാട്ടൊക്കെ തന്നെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതമാട്ടോ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ 2 പിള്ളേരും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. പിള്ളേരെ പരിപാടിക്ക് കൊണ്ടുപോകാനും വായിക്കാനും ഒക്കെ നമ്മൾ പക്ഷേ കൂടത്തിൽ നിൽക്കണം എല്ലാം ചെയ്യണമെങ്കിൽ. അല്ലേ ഇവരൊന്നും ചെയ്യല്. ഇവർക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കൂടത്തിൽ നിന്ന് ഇവരെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത് കൊച്ചിൻ്റെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഏതാണ്ടെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ലൈവ് എടുക്കുമ്പം തന്നെ അടുക്കളപ്പണിയൊക്കെ രാവിലെ 4:30 ആകുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറും. അടുക്കളയിൽ കയറി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലൈവ് എടുക്കുന്നു, കറികൾ വെക്കുന്നു, എല്ലാം ഓരോരോ. ഇന്ന് രാവിലെ കോവയ്ക്കാത്തോരനായിരുന്നു കേട്ടോ. കോവയ്ക്കാത്തോരൻ. പിന്നെ ചെറുപയർ ചാറ് വെച്ച് ഞാനത് കഴിഞ്ഞു. ചെറുപയർ ചാറ് വെച്ച് കണ്ടോ. ചെറുപയർ ചാറ് ഇന്ന് എനിക്ക് ഉച്ചയ്ക്കത്തേന്. പിന്നെ ഇച്ചിരി മോരുണ്ട് കേട്ടോ. മോര് അതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യുമെന്നറിയാം. ഇച്ചിരി മുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട. എനിക്കിത് മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് കേട്ടോ. എൻ്റെ അടുക്കളയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊച്ചു വീഡിയോ എടുത്തു. പിന്നെ ഇതൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഞാൻ ലൈവ് എടുക്കുമ്പോഴത്തേന് രാവിലെ അടുക്കളയിലല്ലേ ലൈവിൻ്റെ പരിപാടി മൊത്തം. ലൈവും അടുക്കള കുക്കിങ്ങും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ വീടൊന്നും പണിതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പണിതായിട്ടേക്കുവാ. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ ഒന്നും പകലൊന്നും നമുക്കിരിക്കാൻ പറ്റിയല്ലേ. ഇതെൻ്റെ അടുക്കളയുടെ വശം കേട്ടോ. പിന്നെ നമുക്ക് മിറ്റമൊന്നും കെട്ടിയിട്ടില്ല. ഇത് അടുക്കളയുടെ വശമാണ്. ഇത് അടുക്കള അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നിടം കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ എൻ്റെ അലക്കുകല്ല്. രാവിലെ പിള്ളേർ പോയി കഴിയുമ്പോഴേ തുണി അലക്കും കഴിഞ്ഞ് തേച്ച് മഴക്കും മിറ്റോടിയും കഴിഞ്ഞ് പെരക്കകത്ത് കയറും. എന്നിട്ട് വന്നു കഴിഞ്ഞാണ് കാപ്പി കുടിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, മൊത്തം കാട് പോലെ ചെടികളെ, പെരയ്ക്ക് ചുറ്റിനും ചെടിയാണ്. ചുമ്മാ നേരം കിട്ടുമ്പോൾ ഓരോന്നൊക്കെ നട്ടു വെക്കും. ഇന്നും ഈ പണിക്ക് നടപ്പല്ലേ. ഇന്ന് വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ എടുക്കുക. മുറ്റത്തെ ചെടികളെല്ലാം തീർന്നു കേട്ടോ. നല്ല വെയില. ഇന്നലെ തൊട്ട് തന്നെയാണോ മൂടല കേട്ടോ. എൻ്റെ മിറ്റം അടുക്കളയുടെ അവിടെ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് നടവാതിലിൻ്റെ അവിടുത്തെ മിറ്റം. ഇവിടെ കുറേ ഇടുക്കി ബന്ദിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കളഞ്ഞു. അതെല്ലാം പോയായിരുന്നേ. ഇത് കണ്ടോ മിറ്റം. ഈ മിറ്റം അടിക്കണ തന്നെ 1/2 മണിക്കൂർ മിച്ചം വേണം എനിക്ക്. മിറ്റമടി കണ്ടോ. എൻ്റെ മിറ്റം എന്തുമാത്രം ഉണ്ടെന്ന്. ചെടിക്കൊക്കെ ഒരു വാട്ടല. വെള്ളം ഒഴിക്കുന്നുണ്ട് കാര്യം പറഞ്ഞാൽ. പക്ഷേ ഇതിനെ ഒത്തിരി വെയിലടിക്കാൻ പറ്റത്തില്ല. ഒത്തിരിയൊക്കെ ഇപ്പോഴാണ് പൂ ഇടുന്നത്. കണ്ടോ നിറച്ചും പൂ നിൽക്കുന്നേ. എന്ന് രാവിലെയും വൈകിട്ട് ഞാനിതിന് വെള്ളം ഒഴിക്കും. ഇതൊരു മഷിത്തണ്ട് പോലത്തെ ചെടിയാണ് കേട്ടോ. എൻ്റെ വാഴ 2 നിൽക്കുന്നു. ഇന്ന് വെയിലിച്ചിരി കുറവുണ്ട് കേട്ടോ. പിന്നെ കാറ്റുമുണ്ട്. പിന്നെ നമ്മുടെ പന്തലിൽ നിന്ന പയറും പാവലും എല്ലാം പോയി. ഇനി പുതുമഴയൊക്കെ പെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം പയറും എല്ലാത്തിൻ്റെയും വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പയറ് പാവല് ഇതിൻ്റെ എല്ലാം വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നട്ടു വെക്കണം. ഇവിടെ കേട്ടോ നടവാതിൽ. ഞാൻ അടുക്കളയുടെ അതിലെയാണ് വന്നത്. ഇനി ഏത് കാലത്താണോ ഞങ്ങളുടെ ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് ശരിയായി വരുന്നത്. റോഡ് ഈ വഴിയെ കൂടെയാണ് ഈ ഓട്ടോ വരുന്നത്. ഈ വർഷം കിട്ടുമായിരിക്കും എന്നോർത്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നു.
നമ്മുടെ കാർ പോർച്ചിൻ്റെ അവിടെ. ഇത് ഇവിടെ കുറച്ച് ചെടികൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നട്ട് വെച്ചത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മഷിത്തണ്ടിൻ്റെ പോലത്തെ തൈകൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട് പരിസരവും. രാവിലെ തുണിയിലൊക്കെ കഴിഞ്ഞു. ഇതിനകത്തോട്ടോ നമ്മുടെ കുരുവിപ്പെണ്ണിൻ്റെ വീട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുരുവിക്കൂട്. പക്ഷേ ഞാൻ ഇതേവരെ കുരുവി കുഞ്ഞിനെ കണ്ടിട്ടില്ല, കാണാൻ പറ്റത്തില്ല. മുമ്പേ ഭയങ്കര കരച്ചിലായിരുന്നേ. ആദവും ഔവായും ഈ ചെടിയുടെ പേര് കണ്ടോ. നല്ല വെയിലാണെങ്കിൽ തന്നെയും പൂവത്തെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. ഇതിൻ്റെ റോസ് കളറുണ്ട്, ചുമല കളറുണ്ട്. ഇത് നമ്മുടെ ചുമല ചെത്തിയിലൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പൂവിടുന്നത്. ഈ വേനലായപ്പോഴത്തേനാണ് പൂവിടുന്നത്. ഇത് 2-3 സൈസ് ചെത്തികളുണ്ട്. ഇപ്പം എല്ലാം പൂവിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കുരുവിപ്പെണ്ണിൻ്റെ വീട് കൂടെ കണ്ടിട്ട് നിർത്താം. കുരുവിപ്പെണ്ണേ നോക്കട്ടെ കേട്ടോ, കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഞാൻ കാണുന്നില്ല കേട്ടോ. കൊച്ചു അമ്മുക്കുട്ടി കാണുന്നുണ്ട്. ഇതിനകത്തൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്നില്ല. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക കേട്ടോ. എൻ്റെ കൊച്ചു വീഡിയോ കേട്ടോ, നിങ്ങളെല്ലാവരും കാണുക. ഇതാണ് എൻ്റെ വീടും ചുറ്റുപാടും പരിസരമൊക്കെ. ഇവിടെയൊക്കെ വീടുകളുണ്ടോ ഈ ഭാഗത്തൊക്കെ, പക്ഷേ ഇവിടെ ഒന്നും ആൾതാമസമില്ല, ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ റോഡൊക്കെ ഇങ്ങനെയായി പോയത്. ആൾക്കാർ താമസമില്ല. ഇവിടെ എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട് ഒത്തിരി. അപ്പം താമസക്കാരില്ലാത്തതുകൊണ്ട് അങ്ങ്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. എൻ്റെ കൊച്ചു വീഡിയോസാട്ടോ. അപ്പം ടാറ്റാ.